നമ്മളിൽ പലരും ഒരു വലിയ തെറ്റിദ്ധാരണയോടെയാണ് ജീവിക്കുന്നത്. ധ്യാനം എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് പറ്റുന്നതല്ല. അതിന് വലിയ റിസ്ക്കാണ്. വലിയ സന്യാസികളൊക്കെ ചെയ്യുന്നത് കാര്യങ്ങളാണത്. പക്ഷേ ഒരു നിമിഷം നിർത്തി സത്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ധ്യാനം മനുഷ്യൻ്റെ സ്വഭാവത്തിൽ തന്നെയുണ്ട്. ഒരു ചെറിയ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആ നിമിഷത്തിൽ മുഴുവൻ ലയിച്ചിരിക്കുകയാണ്. അവൻ കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, വരാനിരിക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല. അവൻ ഇപ്പോൾ മാത്രം ജീവിക്കുകയാണ്, ആ കളിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അതുതന്നെയാണ് ധ്യാനത്തിൻ്റെ ആദ്യ രൂപം. പക്ഷേ നമ്മൾ വളരുമ്പോൾ നമ്മുടെ മനസ്സ് ഒരിക്കലും നിർത്താതെ ഓടാൻ തുടങ്ങും. രാവിലെ എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ചിന്തകൾ ചിന്തകൾ ചിന്തകൾ. ഇന്ന് എന്ത് ചെയ്യണം? അവൻ പറഞ്ഞത് ശരിയാണോ? അവൻ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? നാളെ എന്താകും? ഇങ്ങനെ മനസ്സൊരിക്കലും ശാന്തമാകുന്നില്ല. ഇതിൻ്റെ ഫലം വിഷമം, ഭയം, ഉത്കണ്ഠ ഇതെല്ലാമാണ്. പക്ഷേ നമ്മൾ ഈ പ്രശ്നത്തിന് ഒരു തെറ്റായ വഴിയിലൂടെയാണ് പോകാൻ ശ്രമിക്കുന്നത്. നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ സത്യം, പ്രശ്നം പുറത്തല്ല, അത് നമ്മുടെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ പരിഹാരവും ഉള്ളിൽ തന്നെയാണ്. അതാണ് ധ്യാനം. ഈ ധ്യാനം എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രയോഗമോ വലിയ കടുപ്പമുള്ള നിയമങ്ങളോ ഒന്നുമല്ല. നമ്മൾ നമ്മളിലേക്ക് തിരികെ വരാനുള്ള ഒരു വഴിയാണത്. ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ തുടങ്ങണം? നിങ്ങൾ വലിയ തയ്യാറെടുപ്പുകളൊന്നും വേണ്ട. ഒരു ചെറിയ സമയം മാത്രം മതി. 5 മിനിറ്റ്. ദിവസത്തിൽ 5 മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്കായി മാറ്റിവെക്കണം. നിങ്ങൾ ഒരു ശാന്തമായ ഇടത്ത് ഇരിക്കണം. നിലത്ത് ഇരിക്കാമോ കസേരയിൽ ഇരിക്കാമോ എന്നൊന്നുമില്ല, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ശരീരം സുഖമായി ഇരിക്കാൻ കഴിയണം. നട്ടെല്ല് നേരെ ഇരിക്കണം. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കണം. ആദ്യമായി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കണം. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു, പുറത്തേക്ക് വരുന്നു. നിങ്ങൾ അതിനെ നോക്കുന്നത് മാത്രം മതി. ഇവിടെ ഒരു പ്രധാന കാര്യം, നിങ്ങൾ ശ്വാസത്തെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമായിട്ട് നടക്കട്ടെ. നിങ്ങൾ സാക്ഷിയായി ഇരിക്കണം. ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്കകം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. നിങ്ങളുടെ മനസ്സ് നിൽക്കുന്നില്ല. ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ എന്ത്, ഇന്നലെ സംഭവിച്ചത്, അങ്ങനെ പല വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. ഇങ്ങനെ ഇവിടെ പലരും നിരാശപ്പെടുകയാണ് ചെയ്യുന്നത്. എനിക്ക് ധ്യാനം പറ്റില്ല, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. പക്ഷേ സത്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ധ്യാനത്തിൻ്റെ തുടക്കം. നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ മനസ്സ് കാണുകയാണ്. ഇത്ര നാളെ നിങ്ങൾ ചെയ്യാതിരുന്ന ഒരു പ്രക്രിയയാണത്. മുമ്പ് നിങ്ങൾ ചിന്തകളിൽ മുഴുകിയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അത് കാണുന്നു. ഇത് ഒരു വലിയ മാറ്റമാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തകളെ നിങ്ങൾ നിർത്താൻ ശ്രമിക്കരുത്. അവയെ കാണുക. ഒരു നദി പോലെ, വെള്ളം ഒഴുകുന്നത് പോലെ നിങ്ങളുടെ ചിന്തകളും ഒഴുകുകയാണ്. നിങ്ങൾ തീരത്ത് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾ ആ നദിയിൽ ചാടേണ്ട ആവശ്യമില്ല. അതേപോലെ നിങ്ങൾ വീണ്ടും ശ്വാസത്തിലേക്ക് തിരിച്ചു വരിക. ഇത് വീണ്ടും വീണ്ടും സംഭവിക്കും. ഇത് തന്നെയാണ് അഭ്യാസം. ഇങ്ങനെ നിങ്ങൾ ദിവസവും ഇരിക്കുമ്പോൾ പതുക്കെ നിങ്ങളിൽ ഒരു മാറ്റമുണ്ടാകും. നിങ്ങൾ ഉടൻ പ്രതികരിക്കുന്ന ആളല്ലാതാകും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മുമ്പ് നിങ്ങൾക്ക് ഉടനെ ദേഷ്യം വരും, ഉടനെ നിങ്ങൾ കോപം പിടിച്ചിരിക്കും. പക്ഷെ ഇപ്പോൾ ഒരു നിമിഷം നിങ്ങളൊന്ന് നിൽക്കും, ഒന്ന് ചിന്തിക്കും. ആ നിമിഷം നിങ്ങൾക്ക് ഒരു തിരഞ്ഞെടുപ്പ് നൽകും. ഞാൻ എങ്ങനെ പ്രതികരിക്കണം? ഇപ്പോൾ ഞാൻ പ്രതികരിച്ചാൽ ശരിയാകുമോ? ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും. ഇതാണ് ധ്യാനത്തിൻ്റെ ശക്തി. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ തുടർന്നു വന്നാൽ നിങ്ങളുടെ ഉള്ളിൽ കൂടുതൽ ആഴത്തിലുള്ള അനുഭവങ്ങൾ തുടങ്ങും. ഒരു ദിവസം നിങ്ങൾ ഇരിക്കുമ്പോൾ ചിന്തകൾ കുറയും. ഒരു ശൂന്യതയുണ്ടാകും, ഒരു ശാന്തതയുണ്ടാകും. ഇവിടെ പലർക്കും പേടി വരും. ഞാൻ ശൂന്യമാകുകയാണോ? പക്ഷേ അത് പേടിക്കേണ്ട ആവശ്യമല്ല. അത് മനസ്സ് ശാന്തമാകുന്ന ഒരു അവസ്ഥയാണ്. ആ ശൂന്യതയിൽ ഒരു സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അത് പുറത്തു നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം, നിങ്ങൾ ധ്യാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വേദനകളും പുറത്തു വരും. നിങ്ങൾ മുമ്പ് മറച്ചു വെച്ച വികാരങ്ങൾ, കോപമാകാം, ഭയമാകാം, ദുഃഖമാകാം, ഇവയെല്ലാം വീണ്ടും വരും. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ഇത് തെറ്റല്ല. ഇതൊരു ശുദ്ധീകരണമാണ്. നിങ്ങൾ വർഷങ്ങളായി അടച്ചു വെച്ചത് ഇപ്പോൾ പുറത്തേക്ക് വരികയാണത്. നിങ്ങൾ അത് കാണണം. നിങ്ങളതിനെ സ്വീകരിക്കാൻ തയ്യാറാകണം.
അത് പോകാൻ അനുവദിക്കണം. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഭാരം ഇറങ്ങിയ പോലെ തോന്നും. ഇപ്പോൾ ഒരു വലിയ തിരിച്ചറിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ചിന്തകളല്ല, ഞാൻ അത് കാണുന്ന ഒരാളാണ് എന്ന ഒരു തിരിച്ചറിവ് വന്നാൽ ജീവിതം മാറുകയാണ്. നിങ്ങൾ ശരീരം മാത്രമല്ല, നിങ്ങൾ മനസ്സ് മാത്രമല്ല, നിങ്ങൾ അത് കാണുന്ന ബോധമാണ്. ഇത് മനസ്സിലായാൽ ഭയം കുറയും. മരണം പോലും പേടിയാകില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മാറാത്തതാണ്. ഇപ്പോൾ നിങ്ങൾ ധ്യാനം തുടരുമ്പോൾ നിങ്ങളുടെ ജീവിതം പതുക്കെ മാറാൻ തുടങ്ങും. പുറത്തെ കാര്യങ്ങൾ അതേപോലെ തന്നെയായിരിക്കും, പക്ഷേ നിങ്ങൾ മാറും. നിങ്ങളുടെ ഉള്ളിൽ ശാന്തത കൂടും. ഏത് കാര്യങ്ങളാണെങ്കിലും അത് നോക്കിക്കാണുന്ന നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങും. മുൻപ് വലിയ പ്രശ്നങ്ങളായി തോന്നിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെറുതായിട്ട് തോന്നും. ഇതിനൊക്കെ ആയിരുന്നോ ഞാൻ ഇത്ര ടെൻഷൻ അടിച്ചത് എന്ന് പോലും തോന്നും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ശക്തി ഉണ്ടാകുകയാണ്. ഇപ്പോൾ ഒരു സത്യം, ധ്യാനം ഒരു രക്ഷപ്പെടൽ വഴി അല്ല. ജീവിതത്തിൽ നിന്ന് ഓടാൻ വേണ്ടിയുള്ള ഒരു ഒളിച്ചോട്ടമല്ല ധ്യാനം. അതൊരു തിരിച്ചു വരവാണ് നിങ്ങളുടെ ഉള്ളിലേക്ക്. നിങ്ങൾ നിങ്ങളെ വീണ്ടും കണ്ടെത്തുന്ന ഒരു യാത്രയാണത്. ഇത് വലിയ കാര്യങ്ങളല്ല, ദിവസവും 5 മിനിറ്റ് മതി. പക്ഷേ അത് സത്യസന്ധമായി നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കണം. അത് നിങ്ങൾ തുടർന്നു കൊണ്ടുവന്നാൽ ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ പുറത്ത് തേടിയത് നിങ്ങളുടെ ഉള്ളിലായിരുന്നു എന്ന്. ആ സമാധാനം, ആ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഇവയെല്ലാം നിങ്ങൾക്കുള്ളിൽ തന്നെയായിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളത് തുടങ്ങണം. ഇന്ന്, ഇപ്പോൾ ഒരു ചെറിയ സമയമെടുത്ത് കണ്ണടച്ച് ശ്വാസം ശ്രദ്ധിച്ച്, അതാണ് നിങ്ങളുടെ ആദ്യത്തെ പടി. നിങ്ങളുടെ ജീവിതം മാറാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിന് എഫേർട്ട് എടുത്തേ പറ്റുകയുള്ളൂ. അത് മറ്റുള്ളവരാരും നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ജീവിതം മാറേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. നിങ്ങളതിന് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള മാർഗവുമുണ്ട്. നിങ്ങൾ BMC മലയാളം മെഡിറ്റേഷൻ എന്ന ചാനലിനെ ഫോളോ ചെയ്യണം. തീർച്ചയായിട്ടും സീമാജി എന്ന ആ അത്ഭുത പ്രതിഭാസം, അവിടെ നടത്തുന്ന ആ ഓരോ പ്രഭാഷണങ്ങളും നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ ഉതകുന്നതാണ്. ധ്യാനത്തിനെ പറ്റി നിങ്ങൾ എവിടെയും തേടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു നല്ല ധ്യാനിയായി നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വെളിയിൽ വരാൻ എപ്പോഴും നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സീമാജി. സീമാജി, സുഭാഷ്ജി, എല്ലാവരും ആ ദിവ്യാത്മ സ്വരൂപർ നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മളെപ്പോലെ ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ രോഗാവസ്ഥയിലും അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയിലും അകപ്പെട്ട് ഉഴലുന്ന പലരുടെയും ജീവിതത്തെ മാറ്റിയ ഒരു വലിയ ഒരു പ്രതിഭാസം തന്നെയാണ് സീമാജിയുടെ ഓരോ വീഡിയോകളും. അതുകൊണ്ട് എല്ലാവരും BMC മലയാളം മെഡിറ്റേഷനെ ഫോളോ ചെയ്യുക. നിങ്ങൾ ധ്യാനത്തെ തേടി അല്ലെങ്കിൽ ധ്യാനത്തെ പറ്റി അറിയുവാൻ വേണ്ടി എവിടെയും നിങ്ങൾ അലഞ്ഞു നടക്കേണ്ട ഒരാവശ്യവുമില്ല. എല്ലാത്തിനും നിങ്ങൾക്കവിടെ മറുപടിയുണ്ട്. എൻ്റെ ജീവിതം മാറിയതിനും എൻ്റെ ജീവിതത്തെ ഇത്രയധികം അറിവുകൾ പകർന്നു തരാൻ തക്കവണ്ണം എൻ്റെ ആത്മാവിനെ ബലപ്പെടുത്തിയതും ആ ധ്യാനമുറകൾ മാത്രമാണ്. അപ്പോൾ എല്ലാവരും അതിനെ പിന്തുടരുക. എല്ലാവരുടെ ജീവിതവും മാറട്ടെ. എല്ലാവർക്കും മഹാദേവൻ്റെ ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം.